സംഘർഷ വാർത്തകൾ തന്നെയാണ്. കായംകുളം പുതുപ്പള്ളിയിൽ ക്ഷേത്രോത്സവത്തിനിടെ സംഘർഷം. SI ഉൾപ്പെടെയുള്ള പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിച്ച് തടഞ്ഞതും പ്രദേശവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും തർക്കമുണ്ടാക്കിയെന്നാണ് മനസ്സിലാവുന്നത്. കേസിൽ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. നീ വീഡിയോ എടുത്ത് എന്തുവാടാ വീഡിയോ എടുത്ത് നീ എന്തു കാണിക്കുന്നത് എന്തു? എടാ നാണം കേട്ടോ മാറി രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, ഈ അടിപിടിയുടെ വാർത്ത മാത്രമേ ഉള്ളൂ. ഈ 10 മണിക്ക് ശേഷം മൈക്ക് ഓഫ് ചെയ്യുക എന്നുള്ളത് പലയിടത്തും ഒരു പ്രശ്നമായി മാറാറുണ്ട്. അതിന്റെ തുടർച്ചയാണിതല്ലേ? അതെ ദിവിഷ്, കാരണം ഈ കോവിഡ് കാലത്തൊക്കെ ഉണ്ടാക്കിയ നിയന്ത്രണമാണ് പിന്നീട് അതങ്ങ് നീണ്ടു പോവുകയായിരുന്നു. പലപ്പോഴും ഈ നാടക സമിതിക്കാരൊക്കെ പരാതി പറയുന്നുണ്ട്. കാരണം ഈ 10 മണിക്ക് ശേഷം ഈ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ പ്രോഗ്രാമുകൾ കുറയുന്നു. പലയിടത്തും ഇതേ ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഒരു ഗാനമേളയുടെയും ഒരു ഭക്തിഗാനസൂതയുടെയും ഒക്കെ ഒരു പീക്കിലെത്തുന്ന ഒരു മുകളിലെത്തുന്ന സമയത്താണ് ഈ പോലീസ് എത്തി മൈക്ക് ഓഫാക്കണമെന്ന് പറയുന്നത്. പല സംഭവങ്ങൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം കായംകുളം പുതുപ്പള്ളിയിലാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത്. അവിടെ ഗാനമേളയായിരുന്നു. അവിടുത്തെ ഒരു കുടുംബക്ഷേത്രമാണ്. അതിൻ്റെ ഭാരവാഹികൾ പറയുന്നത് 9:55 തന്നെ ഗാനമേള അവസാനിപ്പിച്ച് പുറത്തേക്കുള്ള മൈക്കൊക്കെ ഓഫാക്കിയിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു സമ്മാനം കിട്ടിയ ഒരു കുട്ടി ആ പ്രദേശത്തുണ്ടായിരുന്നു. ആ കുട്ടിക്കൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് നേരത്തേക്ക് ചെറുതായിട്ട് മൈക്ക് ഒന്ന് ഓണാക്കി. ആ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും മൈക്ക് ഓഫാക്കാൻ ആവശ്യപ്പെടുകയും അതേ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ് കൂട്ടത്തല്ലിൽ അവസാനിച്ചത്. പോലീസുകാർക്കും നാട്ടുകാർക്കുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒപ്പം തന്നെ നിരവധി ആൾക്കാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചില ആൾക്കാരെയൊക്കെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു.